السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഫضലിനെ കുറിച്ചും സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഭാഷയാണ് അറബി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, സാദുൽ മആദിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആനിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത് എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ്. ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചത് അഫ്ദലുൽ ഖൽഖ്, അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അഫ്ദലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുപോലെ ഇത് അവതരിപ്പിച്ച മാസം അത് ഷഹ്റു റമദാൻ, ഏറ്റവും അഫ്ദലായിട്ടുള്ള മാസമാണ്. അതുപോലെ ഖുർആൻ അവതരിപ്പിച്ച നാട് മക്ക, അൽ ബലദുൽ ഹറാം, അല്ലാഹു തആല പവിത്രമാക്കിയ ദുനിയാവിൽ ഏറ്റവും പവിത്രമായ നാടാണ്. ഇങ്ങനെ ഖുർആനുമായി ബന്ധമുള്ള എല്ലാം അതിൻ്റെ വർഗത്തിൽ ഏറ്റവും മുന്തിയതാണ്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഖുർആന്റെ ഭാഷ. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്. അൽ അറബ് അല്ലെങ്കിൽ ലുഗത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൽ ലുഗ അൽ അറബിയ അല്ലെങ്കിൽ അൽ ലിസാനുൽ അറബി എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ടായിട്ടുള്ള ആ വാക്ക് തന്നെ അൽ ബയാനു വൽ ഈളാഹ്, അൽ ഇഅറാബ് എന്ന് പറഞ്ഞാൽ അൽ ബയാനു വൽ ഈളാഹ്, വ്യക്തമാക്കൽ എന്നാണ്. അറബി പോലെ വ്യക്തമായൊരു ഭാഷയില്ല. ഇതുപോലെ ഒരു കാര്യം വ്യക്തമായി വിശദമായി പറയാൻ സാധിക്കുന്ന ഒരു ഭാഷ ലോകത്ത് വേറെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ അറബി ഭാഷ അനിവാര്യമാണ്. സഹാബത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഖുർആനും അറബി ഭാഷയും, ഖുർആനും ഹദീസും അറബി ഭാഷയും. ഇതായിരുന്നു സഹാബത്തിന്റെ ദീൻ എന്ന് പറയുന്നത്, അവരുടെ ഇൽമ് എന്ന് പറയുന്നത്. അറബി അവർക്ക് സ്വതവേ അവരുടെ പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. പിന്നെ ഖുർആനും സുന്നത്തും അവർ പഠിച്ചു. അവരുടെ ശരഈയായ ഇൽമ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അറബി ഭാഷയുടെ പ്രാധാന്യമായിട്ട് ഇത് മാത്രം മതി. ഒരു ഫിഖ്ഹിന്റെ ഖായിദയുണ്ട്, അൽ ഖവായിദുൽ ഫിഖ്ഹിയ, അതിൽപ്പെട്ടിട്ട് ഒരു ഖായിദയുണ്ട്, അൽ വസായിലു ലഹ അഹ്കാമുൽ ഗായാത്ത്. ദീനിൽ വസീലകൾക്ക്, മാർഗങ്ങൾക്ക് ലക്ഷ്യങ്ങളുടെ ഹുക്മാണ്. ഒരാളിപ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നു, ആ നടത്തത്തിന് എന്തുണ്ട്? നമസ്കരിക്കുന്നത് പോലെയുള്ള കൂലിയുണ്ട്. അതുപോലെ നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ ഇരുത്തത്തിന് നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. അതുപോലെ ഹറാമുകളിലേക്കുള്ള മാർഗങ്ങളാണെങ്കിൽ അതിന് ഹറാമിന്റെ പോലെ തന്നെ കുറ്റമുണ്ടാകും. ഒരാൾ ഒരു ഹറാം ചെയ്യാൻ വേണ്ടി നടന്നു പോകുന്നു, ആ നടത്തത്തിന് അവന് ശിക്ഷയുണ്ടാകും. ആ പ്രവൃത്തി ഹറാമാണെങ്കിൽ അതിലേക്ക് അടുപ്പിക്കുന്നെല്ലാം ഹറാമായിരിക്കും. അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ഖുർആൻ പഠിക്കുന്നതിന്റെ മഹത്വം ഇതിനുമുണ്ടാകും. അതുപോലെയുള്ള പുണ്യം ഈ ഭാഷ പഠിക്കുന്നതിനുമുണ്ടാകും. അറബി പഠിച്ചാലുള്ള ഗുണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അത് നമ്മുടെ ഉള്ളിൽ തട്ടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഉന്നതമായ ഒരു സാഹിത്യമാണ്. വിശുദ്ധ ഖുർആൻ, അതിന്റെ സാഹിത്യ ഭംഗി അതൊരാൾക്കും അനുകരിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ്. ഏത് ഭാഷയിലായാലും ഉയർന്ന സാഹിത്യ മൂല്യമുള്ള ഒരു ഗ്രന്ഥം അത് വിവർത്തനം ചെയ്യാൻ സാധിക്കുകയില്ല. അത് വിവർത്തനം ചെയ്താൽ ഒരിക്കലും അതിന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിന്റെ അടുത്തെത്തുകയില്ല. അത് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അതെന്താണ് എന്ന് മനസ്സിലാക്കാമെന്ന് മാത്രം. ഒരിക്കലും ഒരു വിവർത്തകന് പകർത്താൻ സാധിക്കുന്നതായിരിക്കുകയില്ല അത്. വിശുദ്ധ ഖുർആനെ പോലെ സാഹിത്യ ഭംഗിയുള്ള മറ്റൊരു കിതാബുമില്ല. ഇത് ആസ്വദിക്കണമെങ്കിൽ അതിന്റെ ഭാഷ അറിഞ്ഞേ തീരുകയുള്ളൂ. അതല്ലാത്ത ഒരാൾക്ക് ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ഒരു കഥ, അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് റബീ അൽ മദ്ഖലി ഹഫിളഹുമല്ലാഹ്, ഷെയ്ഖ് റബീന്റെ മകനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞതായി ഒരു ദർസിൽ കേട്ടിട്ടുണ്ട്, സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവ്, ഇപ്പോൾ ഭരിക്കുന്ന രാജാക്കന്മാരുടെ ജ്യേഷ്ഠന്മാരിൽപ്പെട്ട ഒരാൾ, മലിക് ഫഹദാണോ ഫൈസലാണോ എനിക്ക് ഓർമ്മയില്ല,
ഏതായിരുന്നാലും അദ്ദേഹം ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടി ഫ്രാൻസിൽ പോയി. അങ്ങനെ ഫ്രാൻസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ, അയാൾ ലോകത്ത് തന്നെ ഏറ്റവും വിദഗ്ധനായൊരു സർജനാണ്, ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന സ്പെഷ്യലിസ്റ്റാണ്. ഇയാളുടെ പണി രോഗിയായി വരുന്ന ആളുകളെ, മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് ദീനിൽ സംശയമുണ്ടാക്കും. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അയാളുടെ ദീനിനെക്കുറിച്ച്, നസ്രാനിയത്തിനെക്കുറിച്ച് അയാൾ സംസാരിച്ച് നസ്രാനിയാക്കിയിട്ടാണ് ഇയാൾ മടക്കി വിടുകയുള്ളൂ. അയാളെ ഇങ്ങനെയായിരുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ രാജാവിനോടും ഇയാൾ ഈ ദാവത്ത് നടത്തി, വിശുദ്ധ ഖുർആനിൽ സംശയമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഈ ഡോക്ടർ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വായിച്ചത്? നിങ്ങൾ അറബിയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വായിച്ചത് ഇന്നയാളുടെ ട്രാൻസ്ലേഷനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ല, ട്രാൻസ്ലേഷനാണ് വായിച്ചത്. അപ്പോൾ ഈ ഡോക്ടർക്ക് അറബിയായ അവരെ അപേക്ഷിച്ച്, യൂറോപ്യന്മാരെ അപേക്ഷിച്ച് അവർ വിവരം കെട്ടവരായി കാണുന്ന ഈ ഒരു അറബി ഇങ്ങനെയുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ, നിങ്ങൾക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു കുറച്ചിലായി തോന്നി. അങ്ങനെ അയാൾ അറബി ഭാഷ പഠിക്കുമെന്ന് തീരുമാനിച്ചു. അറബി ഭാഷ പഠിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് പരിഭാഷയല്ല. ഒരുപാട് കാലം പരിഭാഷ വായിച്ച് ആളുകളെ കാഫിറാക്കിക്കൊണ്ടിരുന്ന ആളാണ് ഇയാൾ, മുർത്തദാക്കിക്കൊണ്ടിരുന്ന ആളാണ്. യഥാർത്ഥ ഖുർആൻ ഓതിയപ്പോൾ അയാൾ മുസ്ലിമായി. അപ്പോൾ ഇതാണ് പരിഭാഷയും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം. നിർബന്ധിത സാഹചര്യത്തിൽ അറബി അറിയാത്തവർക്ക് ഒരു സഹായി മാത്രം, അതാണ് ഖുർആൻ പരിഭാഷ. ഇംഗ്ലീഷിൽ ഖുർആന്റെ ഏറ്റവും അറിയപ്പെട്ട തർജ്ജമ എഴുതിയിട്ടുള്ള തഖീദുൻ അൽ ഹിലാലി, അദ്ദേഹം നോബൽ ഖുർആൻ എന്നുള്ള പേരിൽ ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹവും വേറെ ഒരു വ്യക്തിയും കൂടി. ഈ പരിഭാഷയുടെ 2ാമത്തെ എഡിഷനിൽ ഒരു മുഖദ്ദിമ, ഇൻട്രൊഡക്ഷൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ പരിഭാഷയുടെ 1ാമത്തെ എഡിഷൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇത് വായിച്ചു. ഈ പുസ്തകം, പരിഭാഷ ലോകത്ത് പ്രചരിച്ചു. കാരണം മദീനയിൽ നിന്നുള്ള ഖുർആൻ പ്രിന്റിംഗ് കോംപ്ലക്സിലൊക്കെ ഇതാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ രാജ്യങ്ങളിലും പ്രചരിച്ചു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒരുപാട് ആളുകൾ വായിക്കുന്ന ഭാഷയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ പരിഭാഷ എഴുതിയിട്ടുള്ളത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ല, അദ്ദേഹം പറയുകയാണ്. ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്കും അതുപോലെ അമുസ്ലിങ്ങൾക്കും വേണ്ടിയാണ്. അപ്പോൾ മുസ്ലിങ്ങളടക്കം എല്ലാവരും ഇത് വായിക്കുന്നതിൽ സന്തോഷിച്ച് അദ്ദേഹം തൃപ്തനാവുകയല്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങളുടെ ബാധ്യത അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നിർബന്ധിത സാഹചര്യത്തിൽ വേറെ മാർഗമില്ലാത്തവരായ അമുസ്ലിങ്ങൾക്കും പുതുമുസ്ലിങ്ങൾക്കും വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുഭവത്തിലുള്ള ഒരു കഥ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു മനുഷ്യൻ റഷ്യക്കാരനാണ്. റഷ്യയുടെ കീഴിലുണ്ടായിരുന്ന, പിന്നീട് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം, കുറേ രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. ഈ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു, അറബി ഭാഷ പഠിച്ചു. പിന്നീട് അദ്ദേഹം അറബിയിൽ സംസാരിക്കുകയുള്ളൂ. സ്വന്തം കുടുംബത്തിന് അറബി ഭാഷ അറിയുകയില്ല. അവരോടും ഇദ്ദേഹം അറബിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം ഷെയ്ഖ് തഖീദുൻ ഹിലാലിയോട് പരാതി പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്നില്ല. ഷെയ്ഖ് ഇദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അവരുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ സംസാരിക്കാം. ആ 1 മണിക്കൂർ വേണമെങ്കിൽ ഇവർക്ക് അറബി പഠിക്കാൻ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം, അവരുടെ ഇഷ്ടം. ഇങ്ങനെ ആഴ്ചയിൽ 1 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ അറബി ഒഴിവാക്കി മറ്റു ഭാഷ സംസാരിക്കും. ഇദ്ദേഹം ഈ കഥ ഒരു പ്രോത്സാഹനമായി, ഒരു മാതൃകയായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കുറച്ച് കടുപ്പമേറിയ ഒരു കഥയാണ്. പക്ഷേ നമ്മൾ അറബി പഠിക്കേണ്ട പ്രാധാന്യം ഇത് കേട്ടപ്പോൾ ഈ ഷെയ്ഖിന് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടാണ്? കാരണം ഇതൊരിക്കലും പുതിയൊരു വാദമല്ല. അറബി ഭാഷയുടെ പ്രാധാന്യം സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. നമ്മൾ സലഫികൾ എന്ന് പറയുന്ന ആളുകളാണ്. എന്താണ് സലഫുകളുടെ മാർഗം? സഹാബത്ത് ദഅവത്ത് ചെയ്ത് ദീനിലേക്ക് കടന്നു വന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ ഭാഷ വേറെയായിരുന്നു. ഏതാനും ചില രാജ്യങ്ങൾ മാത്രമാണ്, യമന് പോലെയുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് അറബി രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ പല നാടുകളും അനറബി നാടുകളായിരുന്നു. മിസ്ർ, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ, സ്പെയിൻ, ഇതൊക്കെ സലഫുകളുടെ കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള നാടുകളാണ്. അവിടെയുള്ള പഴയ ഭാഷ, മിസ്റിലുള്ള പഴയ അവരുടെ ഭാഷ, അത് കാണണമെങ്കിൽ ഇപ്പോൾ മ്യൂസിയത്തിൽ പോകണം. അവിടെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഭാഷ ഇല്ലാതായി, അതിൻ്റെ സ്ഥാനത്ത് അറബി വന്നു. എന്തുകൊണ്ടാണ്? അവർക്കറിയാമായിരുന്നു ഈ കിതാബ് ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഭാഷ പഠിച്ചേ തീരുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു ഇൽമും അതിൻ്റെ ആ അടിസ്ഥാന ഭാഷയിലൂടെ മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലുള്ള ഒരാളും മെഡിസിൻ പഠിക്കാൻ
മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഡിസിൻ പഠിക്കാം എന്ന് വിചാരിച്ച് ഇരിക്കാറില്ല. നേർമറിച്ച് അതിൻ്റെ ഔദ്യോഗിക വക്താക്കൾ, പണ്ഡിതന്മാർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് അത് പഠിച്ചാലേ അത് വൃത്തിയായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അതാത് എൽമുകളുടെ അടിസ്ഥാന ഭാഷ നമ്മൾ പഠിക്കും. അതുപോലെ ആയുർവേദത്തിൽ ആയത്തിൽ പഠിക്കുന്ന ആളുകൾ സംസ്കൃതം പഠിക്കും. അവർക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കുകളല്ല അവർ വായിച്ച് പഠിക്കുന്നത്. യഥാർത്ഥ വിദഗ്ധന്മാരായ വൈദ്യന്മാർ അവർക്ക് സംസ്കൃതം അറിയും. എന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അവൻ്റെ റസൂലിൻ്റെ സംസാരമായ ഹദീസ്, ഇത് പഠിക്കണമെങ്കിൽ അറബി ഭാഷ കൂടാതെ സാധ്യമല്ല. എന്നിട്ടും നമ്മൾ അതിൽ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അത് വലിയ വീഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് അറബിയിലാണോ മാതൃഭാഷയിലാണോ ഖുത്ബ വെള്ളിയാഴ്ച വേണ്ടതെന്ന വിഷയം ഒരു ചർച്ചയായ കാലത്ത് കെ എം മൗലവി റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയൊരു റിസാലയുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം. ജുമുഅ ഖുത്ബയുടെ ഭാഷ എന്നോ മറ്റാണ് അതിൻ്റെ തലക്കെട്ട്. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കിതാബ്. അതിൽ അദ്ദേഹം പറയുന്നത്, അതിൻ്റെ ആകത്തുക അവസാനം അദ്ദേഹം ചുരുക്കി പറയുകയാണ്. കുറെ വിശദീകരിച്ചതിന് ശേഷം ഇത്രയും വിശദീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സലഫു സ്വാലിഹീങ്ങൾക്ക് ഖുത്ബയുടെ വിഷയത്തിൽ 2 സുന്നത്തുകളുണ്ട്. ഒന്ന്, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു. 2, അത് അറബി ഭാഷയിലായിരുന്നു. ഈ 2 സുന്നത്തുകളും നമ്മൾ എടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് സാധ്യമല്ല. ഒന്നെടുത്താൽ മറ്റേത് നടക്കുകയില്ല. അറബിയിൽ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് അറബി ആയിരിക്കുകയില്ല. അതുകൊണ്ട് 2 സുന്നത്തുകളിൽ കൂടുതൽ പ്രധാനം ജനങ്ങൾക്ക് മനസ്സിലാവലാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് മാതൃഭാഷയിൽ തന്നെ ഖുത്ബ നടത്താം. എന്നാൽ ഏതാനും ചില ആളുകൾക്ക് അറബി മനസ്സിലാകും എന്ന് വന്നാൽ അപ്പോൾ അറബിയിലേക്ക് ഖുത്ബ മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു പുതിയ വാദമല്ല. മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഭാഷ അറബിയായിരിക്കണം. എത്രയോ ആളുകളുണ്ട് നമുക്കറിയാം, പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വന്ന് പഴയ കാലത്ത് ഇവിടെ കച്ചവടമൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ താമസമാക്കിയ കുടുംബങ്ങൾ, അവരവരുടെ വീട്ടിലൊരു ഭാഷയുണ്ടാകും, പുറത്ത് അവർ നമ്മോട് മലയാളം സംസാരിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ഈ വ്യതിരിക്തത, അവരുടെ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ അവർക്കൊരു അഭിമാനമുണ്ട്. അതുകൊണ്ട് അവരുടെ ആ ഭാഷ അവർ ഒഴിവാക്കുന്നില്ല. അവരുടെ എത്ര തലമുറ കടന്നു പോയാലും ആ ഭാഷ അവർ സൂക്ഷിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ അവർ ഏത് ഭാഷയും ഉപയോഗിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് നമ്മൾ മുസ്ലിമാണെന്നുള്ളതിലാണ്. അതുപോലെ ഈ കിതാബാണ് നമ്മുടെ അഭിമാനം, ഖുർആൻ. വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക്. മുഫസ്സിരിങ്ങൾ പറഞ്ഞത് വഇന്നഹു ശറഫുൻ ലക വലിഖൗമിക് എന്നാണ് അർത്ഥം. നിനക്കും നിന്റെ ഖൗമിനുമുള്ള അഭിമാനമാണ് ഖുർആൻ. അതുകൊണ്ട് ഈ കിതാബാണ് നമ്മുടെ അഭിമാനം. ഈ കിതാബ് അത് അറബിയിലാണ്. അറബി പഠിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഖുർആന്റെ ആളുകളായി നമ്മൾ മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഖുർആൻ നമ്മുടെ ഉള്ളിൽ തട്ടുകയുള്ളൂ. ഇമാം നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നു, നമുക്ക് എന്താണ് ഈ പറയുന്നതെന്ന് കഥ അറിയില്ല. നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. ഓതുന്ന സൂറത്തിന്റെ അർത്ഥം നമുക്കറിയില്ല. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ എത്ര പരിഭാഷ വായിച്ചാലും അറബി അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അറബി പഠിക്കൽ അത് നിർബന്ധം, വാജിബ് എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും അത് വളരെ മുസ്തഹബായ, വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മളതിന് മാതൃക കാണിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മളിത് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ദീനിന്റെ ശരിയായ ഫഹമുണ്ടാവുകയുള്ളൂ. ഉസൂൽ ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുറാദ്, ഉദ്ദേശം അറബി ഭാഷ അറിയുന്നവനെ മനസ്സിലാവുകയുള്ളൂ. കാരണം ശരീഅത്ത് അറബിയാണ്. അറബി അറിയാത്തവന് ശരീഅത്ത് പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദീൻ പഠിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് അറബി ഭാഷ പഠിക്കുക എന്നുള്ളത്. അതിൽ നമ്മളൊരു വിട്ടുവീഴ്ച കാണിച്ചുകൂടാ. അതുപോലെ തന്നെ അറബി ഭാഷ പഠിച്ചാലുള്ള ഗുണങ്ങളിൽപ്പെട്ടതാണ് നമുക്ക് ഒരുപാട് ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ബിദ്അത്തുകളുടെ, ദലാലത്തുകളുടെ പലതിൻ്റെയും തുടക്കം ഭാഷയിലുള്ള വിവരക്കേടാണ്. അറബി ഭാഷ വേണ്ടത്ര അറിയാത്തവരാണ് പല ബിദ്അത്തുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ റുജുമത്ത് കൊണ്ട് പല ബിദ്അത്തിന്റെ നേതാക്കന്മാർ അവർക്ക് അറബി വേണ്ടത്ര അറിയാത്തവരായിരുന്നു. ചരിത്രത്തിൽ അത് കാണാം. ജഹ്മിയാക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും. അവർ ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണെന്ന് തെളിവാക്കിയത് ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ, ഒരു ഉദാഹരണമാണ്. ഖുർആനിനെ നാം അറബിയാക്കി മാറ്റി, അല്ലെങ്കിൽ അതിനെ നാം അറബിയായ ഖുർആനാക്കി. ജഅൽന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ ജഅല എന്ന് പറഞ്ഞാൽ ഖലഖ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഖുർആൻ മഖ്ലൂഖാണ്. അപ്പൊ അറബി ഭാഷയിൽ അറിയപ്പെട്ട കാര്യമാണ് ജഅല എന്നുള്ളത്. അതിന് ചിലപ്പോൾ 2 മഫ്ഊൽ ഉണ്ടാകും, ചിലപ്പോൾ 1 മഫ്ഊൽ ഉണ്ടാകും. 1 മഫ്ഊൽ മാത്രമുള്ളതാണെങ്കിൽ അതിന് ഖലഖ എന്നാണ് അർത്ഥം. പക്ഷെ 2 മഫ്ഊൽ ഉണ്ടെങ്കിൽ സ്വയ്യറ എന്നാണ് അർത്ഥം. ഒന്നിനെ ഒരു പ്രത്യേകത ഉള്ളതാക്കി, ഒരു വസ്തുവിനെ പ്രത്യേകമായ ഒരു വിശേഷണമുള്ളതാക്കി മാറ്റി.
അപ്പൊ ഖുർആനിനെ അറബിയാക്കി മാറ്റി എന്നാണ് അർത്ഥം. ഇന്നാ ജഅൽനാഹു ഖുർആനൻ. ആ ഹു എന്നുള്ളത് ഒരു മഫ്ഊലാണ്, ഖുർആൻ എന്നുള്ളത് മഫ്ഊലാണ്. അപ്പൊ രണ്ട് മഫ്ഊൽ ഉണ്ടെങ്കിൽ അത് ഖലഖ എന്നുള്ള അർത്ഥം ഉണ്ടാവുകയില്ല. ഇതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കാണാം. പല ബിദ്അത്തിന്റെയും തുടക്കം അറബി ഭാഷയിലുള്ള ജഹലാണ്. ഇത് പഠിക്കാൻ എന്താണ് നമുക്ക് തടസ്സം? ഭാഷയെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറയുന്നത്, ഒരു ഭാഷ നമുക്ക് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും അതിൽ 300 വാക്കുകൾ അറിഞ്ഞാൽ മതി. 300 വാക്ക് നമുക്കൊരു ഭാഷയിൽ അറിയാമെങ്കിൽ ആ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ്. നമുക്ക് അറിയാവുന്ന അറബി വാക്കുകൾ നമ്മൾ കടലാസ് എടുത്ത് എഴുതിയാൽ 300 കൂടുതലുണ്ടാകും. ഓരോ മുസ്ലിമിനും അറിയാവുന്ന വാക്കുകൾ. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും അറബിയാണ്. നമുക്കത് അറബിയാണെന്ന് ചിലപ്പോൾ അറിയില്ല. പഠിക്കാൻ മെനക്കെട്ടാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അറബി ഭാഷ മറ്റെല്ലാ ഭാഷകളെക്കാളും വ്യക്തമായി വ്യവസ്ഥാപിതമായ ഒരു ഭാഷയാണ്. ഇപ്പോൾ മലയാളത്തിലെ വ്യാകരണ നിയമങ്ങൾ നമുക്കറിയില്ല. വ്യാകരണ നിയമങ്ങൾ വ്യക്തമായി എഴുതിയ പുസ്തകങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അറബിയുടെ നിയമങ്ങളൊക്കെ നൂറ്റാണ്ടുകളായി ഉലമാക്കൾ എഴുതി വളരെ വ്യക്തമായി ഭംഗിയായി എഴുതി വെച്ചിട്ടുള്ളതാണ്. പഠിക്കാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് വേണ്ടത്ര സോഴ്സുകൾ അറബി ഭാഷയിൽ കിട്ടാനുണ്ട്. അതുപോലെ അല്ലാഹു തആല എളുപ്പമാക്കിയിട്ടുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആന്റെ ഭാഷയും എളുപ്പമാകണം, എന്നാലേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് അറബി പഠിക്കുക എന്നുള്ളത് നിസ്സാരമായ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക്. നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ ഹിർസ് കാണിക്കുക. ഹിർസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിയായ താല്പര്യം, ആർത്തി എന്നൊക്കെ പറയുന്നതാണ് ഹിർസ്. ഉപകാരമുള്ളതിൽ ഹിർസ് കാണിക്കുക. വസ്തഇൻ ബില്ലാഹ്. അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജിസ്. അശക്തി കാണിക്കരുത്, എനിക്ക് സാധിക്കുകയില്ല എന്ന് വിചാരിക്കരുത്. വഇദാ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ വകദാ വലാകിൻ ഖുൽ ഖദറല്ലാഹു വമാ ശാഅ ഫഅൽ. എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് സമാധാനിക്കുക. ഈ ഹദീസിനെ കുറിച്ച് ഉലമാക്കൾ പറയുന്നത്, ഒരാളുടെ ജീവിത വിജയത്തിന് ഈ ഹദീസ് മതി. ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ്? അൽ ഹിർസു അലൻ നാഫിഅ. ഒന്നാമത്തെ കാര്യം ഉപകാരമുള്ള കാര്യത്തിൽ അതീവ താല്പര്യം കാണിക്കുക. രണ്ടാമത്തേത് അൽ ഇസ്തിആനത്തു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. മൂന്നാമത്തേത് അദമുൽ അജ്സ്, കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് വിചാരിക്കാതിരിക്കുക. ഈ 3 സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജോലിയാണ്, ഒരു മേഖലയാണ് ഈ ഭാഷ പഠിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. പക്ഷേ എന്ത് കാര്യവും നമുക്കറിയാം, ഒരു റിഫ്കോടുകൂടി സാവകാശത്തിൽ പതുക്കെ പതുക്കെയാണ് ചെയ്യേണ്ടത്. ഇന്നല്ലാഹു യുഅതി അല റിഫ്ഖി മാ ലാ യുഅതി അല ഗൈരിഹി. അവധാനതയോടെ പതുക്കെ സാവകാശത്തിൽ ചെയ്യുന്നതിന് അള്ളാഹു മറ്റൊന്നിനും കൊടുക്കാത്ത ഫലം അള്ളാഹു തആല നൽകും. ഇപ്പോൾ ഭാഷ പഠിക്കുന്നതിനാണെങ്കിലും സമയമെടുക്കും, അത് സ്വാഭാവികമാണ്. അല്പസമയം നമ്മൾ അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനത്തിന്റെ ഫലം എന്താണ്? അള്ളാഹുവിന്റെ കലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ഉള്ളിൽ തട്ടിയുള്ള മുനാജാത്ത്, രഹസ്യ സംഭാഷണം, അത് നടത്താൻ നമുക്ക് സാധിക്കുക. ഇത് എന്തു വലിയ ലാഭമാണ്, എന്തു വലിയ നേട്ടമാണ്. അതിനല്പം നമ്മൾ അധ്വാനിക്കേണ്ടി വരും, അധ്വാനിക്കാതെ സാധിക്കുകയില്ല. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അതിയായ ഹിർസ് നമുക്കുണ്ടാവണം, ആത്മാർത്ഥമായ താല്പര്യം ഉണ്ടാകണം. രണ്ടാമത്തേത് ഇസ്തിആനത്തു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടണം, അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അദമുൽ അജ്സ്, എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ള വാക്ക് നമ്മൾ നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. സഹാബത്ത് അവർ യുദ്ധം ചെയ്ത് കീഴടക്കിയ രാജ്യങ്ങളിൽ അവിടെയുള്ള എല്ലാവരും അറബികളായി മാറി. അതിൽ പ്രായമുള്ളവരുണ്ടായിരിക്കും, ചെറിയ കുട്ടികളുണ്ടാകും. അന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പുസ്തകമില്ല, നഹ്വിന്റെ നിയമം എഴുതിയ ഒരു പുസ്തകവും ഒന്നും കിട്ടാനില്ല. ഇന്ന് നമുക്ക് വേണ്ടത്ര പുസ്തകങ്ങളുണ്ട്, പഠിപ്പിക്കാൻ പലതരം മാധ്യമങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മുടെ സഹോദരങ്ങളെ, നമ്മൾ പഠിക്കാൻ മെനക്കെട്ടാൽ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമിച്ചാൽ അള്ളാഹു മാർഗങ്ങൾ നമുക്ക് എളുപ്പമാക്കി തരും. എത്രയോ ആളുകൾ നമുക്ക് നേരിട്ട് പരിചയമുണ്ട്. ബുദ്ധിശക്തി വളരെ കുറഞ്ഞ ആളുകൾ, ചെറുപ്പത്തിൽ അറബി ഭാഷയുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച ആളുകൾ. പക്ഷെ പിന്നീട് അവർ ഈ ദീനിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിന്റെ കിതാബിനോടുള്ള ഹുബ്ബ് കൊണ്ട് അവർ ഈ ഭാഷ പഠിച്ചേ തീരുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും ഇത് പഠിച്ച് അതിൽ കഴിവ് നേടുകയും ചെയ്ത എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു ഷിആറാണ് അറബി ഭാഷ. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. മനസ്സിൽ തഖ്വയുണ്ടോ അതിന്റെ അടയാളമാണ് തഅലീമു ശആഇരില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ തഅലീം, അതിനെ വലുതായി കാണുക എന്നുള്ളത്. അറബി ഭാഷ എന്നുള്ളത് ഖുർആന്റെ ഭാഷയാണ്, അള്ളാഹു നമ്മോട് സംസാരിച്ച ഭാഷയാണ്. അതിനോട് ആദരവ് നമ്മുടെ മനസ്സിലുണ്ടോ, ആ ആദരവിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കും. നമ്മൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വളർന്ന ആളുകൾ,
ചൈനക്കാരും അമേരിക്കക്കാരും, ഇങ്ങനെ ദീനിന്റെ ഒരു സുഗന്ധം എത്തിപ്പെട്ടിട്ടില്ലാത്ത വിദൂരമായ നാടുകളിലുള്ള ആളുകൾ അവർ ഈ ഭാഷ പഠിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ദീനിന്റെ സാഹചര്യങ്ങൾ വളരെ കൂടുതലുള്ളൊരു നാട്ടിലാണ്. അറബി ഭാഷയുമായി ബന്ധമുള്ളൊരു നാടാണ്. അറബി അറിയാവുന്ന, അത് നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ദീനിന്റെ ഈ ഷിആറിനോട് നമ്മുടെ മനസ്സിൽ തഅ്ളീം, അതിനുള്ള ബഹുമാനം കുറഞ്ഞുപോയി എന്നാണ്. അതുകൊണ്ട് നമ്മൾ സ്വയം മുഹാസബത്ത് നടത്തുക. റബ്ബിന്റെ കലാം ഇതറിയാത്തതിൽ നമ്മൾ സ്വയം ഒരു അപകർഷതാബോധം നമുക്ക് തോന്നണം. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ, നാലാൾ കൂടിയ സ്ഥലത്ത് ഒരാൾ ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായത് തെറ്റാണ്, നമ്മൾ വഷളായി പോകും, നമുക്കതിൽ വിഷമമുണ്ടാകും, നമുക്ക് ദിവസങ്ങളോളം അത് നമ്മുടെ മനസ്സിലൊരു ചൊറിച്ചിലായിരിക്കും. അത് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കും. എന്നാൽ അള്ളാഹുവിന്റെ കലാം ഓരോ വക്തിലും നമ്മൾ ഈ വഷളത്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഹരിയായി ഉറക്കി ഓതുന്ന നമസ്കാരങ്ങളിൽ ഓരോ വക്തിലും ഇമാം ഓതുന്നു, നമ്മളുടെ ചിന്ത വേറെ എവിടെയോ ആണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ ഭാഷ അറിയില്ല. എന്നിട്ടൊരു വിഡ്ഢിയെ പോലെ നമ്മൾ ആ നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. എന്ത് വലിയ വഷളത്തരമാണിത്. ഈ അവസ്ഥ മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു അവസരം ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അറബി ഭാഷ പഠിക്കാൻ, പഠിപ്പിച്ചു തരാൻ ഒരാളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അതിനുവേണ്ടി യാത്ര ചെയ്യുന്ന ആളുകൾ. നമുക്ക് അള്ളാഹു തആല എളുപ്പമാക്കി തന്നു. ഇവിടെ വന്നാൽ വെള്ളിയാഴ്ച ഒരു ദിവസം, ആഴ്ചയിൽ കുറച്ച് സമയം ചെലവഴിച്ചാൽ ഈ ഭാഷ പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇതിന്റെ ഗുണം നമുക്ക് ഓരോരുത്തർക്കുമാണ്. പഠിക്കുന്നവനാണ്. അള്ളാഹു തആല നമുക്ക് അവന്റെ കലാം മനസ്സിലാക്കാനുള്ള എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിഹി വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.